അരി പാകം ചെയ്യുമ്പോൾ ഒരു സ്പൂൺ എണ്ണ ചേർത്താൽ ചോറ് ഒട്ടിപ്പിടിക്കില്ല മക്കളെ. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? ഇതിനു വേണ്ട സാധനങ്ങൾ പറയാം. 2 കപ്പ് വേവിച്ച ബസുമതി അരി, ഓരോ കപ്പ് വീതം അരിഞ്ഞ ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും, പിന്നെ കുറച്ച് വെളുത്തുള്ളി, സോയാ സോസ്, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും എണ്ണയും. ആദ്യം നമുക്ക് ചീനച്ചട്ടിയിൽ അല്പം എണ്ണയൊഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കവും ഇതിലേക്ക് ചേർക്കാം. തീ കൂട്ടി വെച്ച് വേണം പച്ചക്കറികൾ വഴറ്റാൻ, എന്നാലേ ആ ഒരു മുരിഞ്ഞ രുചി കിട്ടൂ. പച്ചക്കറികൾ വെന്തു വരുമ്പോ ഇതിലേക്ക് വേവിച്ചു വച്ചിരിക്കുന്ന ചോറ് ചേർക്കാം. കൂടെ അല്പം സോയാ സോസും കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഏറ്റവും ഒടുവിലായി കുറച്ച് സ്പ്രിംഗ് അണിയൻ കൂടി വിതറാം. കണ്ടോ, നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. പച്ചക്കറികൾ ഒരുപാട് വെന്തു പോകാതെ നോക്കണം കേട്ടോ, എന്നാലേ ആ ഒരു കടിക്കുമ്പോൾ കിട്ടുന്ന രുചി കിട്ടൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ മക്കളെ. അടുത്ത വിഭവവുമായി വീണ്ടും വരാം.